നമസ്കാരം. എല്ലാ പ്രേക്ഷകർക്കും ഫ്രാഗ്രൻസ് മലയാളത്തിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇത് ഞാൻ കുറച്ച് ദിവസം മുന്നേ ഷൂട്ട് ചെയ്ത വീഡിയോ ആണ്. പക്ഷേ എന്നാലും ഞാനിതിങ്ങനെ അപ്ലോഡ് ചെയ്ത് പ്രീമിയറായിട്ട് ഓരോ ദിവസം റിലീസാകാനുള്ള രീതിയിലായിട്ടിരിക്കുന്നത്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ എക്സാമൊക്കെ ആയിട്ട് നിങ്ങളിത് കാണുന്ന സമയം കുറച്ച് തിരക്കിലായിരിക്കും. അതുകൊണ്ട് കമൻസൊക്കെ ഉണ്ടെങ്കിൽ എവിടെ ചോദിച്ചിട്ടാൽ മതി, ഞാൻ വരുമ്പോൾ റിപ്ലൈ ചെയ്തോളാം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ഫ്രാഗ്രൻസ് മലയാളത്തിൻ്റെ പുതിയൊരു എപ്പിസോഡ്. ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് കുറച്ച് ലമേൽസാണ്. ഇതിൻ്റെ ഒരു പ്രൊനൗൺസിയേഷൻ വരുന്നതൊക്കെ ലുമാലു പെർഫ്യൂം അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ്. ഏത് ഭാഷയാണോ എന്തോ. അപ്പോൾ എന്തായാലും നമുക്ക് ലമേൽസിൻ്റെ കുറച്ച് ഹിസ്റ്ററി പറയാം. ഒരു 3-4 എണ്ണം ഉണ്ട്. എനിക്കിഷ്ടപ്പെട്ട ഒരു കുറച്ചെണ്ണമാണ് ഞാൻ പിക്ക് ചെയ്തിരിക്കുന്നത്. കുറേ എണ്ണം ഉണ്ടായിരുന്നു അതിൻ്റെ ഈ ലൈനിൽ. അപ്പം കൂടാതെ ലെബോ ഉണ്ട്. ഇതുകൂടാതെ ലെബോ ലൈനുണ്ട്. അപ്പോൾ ഈ മെയിൽ ബോഡിയുടെ ഒരു ടോർസോയുടെ ഒരു അപ്പിയറൻസ് വരുന്ന ഒരു സാധനം, ഈ മെയിൽ ബോഡിയുടെ ഒരു അപ്പിയറൻസ് വരുന്ന സാധനങ്ങളാണ് ആണുങ്ങളത്. ഫീമെയിൽ ബോഡിയുടെ അപ്പിയറൻസ് വരുന്ന പെണ്ണുങ്ങളുടെ ഉണ്ട്. പിന്നെ സ്കാൻഡലൊക്കെ യൂണിസെക്സ് ആണെന്ന് തോന്നുന്നു. അപ്പോൾ അങ്ങനെയാണ് ഈ ജീൻ പോൾ ഗോൾച്ചിയറിൻ്റെ ഫ്രാഗ്രൻസസിൻ്റെ ഒരു ലൈൻ. അപ്പം നമുക്ക് ലമേലിൽ നിന്ന് തുടങ്ങാം. ഏറ്റവും ആദ്യം റിലീസ് ചെയ്തത് ഈ സാധനമാണ്. ഇതിനകത്ത് 1995 ഇത് റിലീസ് ചെയ്തത്. അപ്പോൾ അത് ഭയങ്കരമായിട്ടുള്ള ഒരു ഹിറ്റായിരുന്നു ആ സമയത്ത്. അപ്പം ഇതുണ്ടോ, ഇത് മണത്ത് നോക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു അരോമാറ്റിക് വനില്ല ഫ്രാഗ്രൻസ് ആണ്. ഇത് ഡിസൈൻ ചെയ്തത് ഫ്രാൻസിസ് കുർക്കിഡിജാനാണ്. അങ്ങേർക്ക് 25 വയസ്സുള്ളപ്പോൾ ഡിസൈൻ ചെയ്തതാണ്. എന്നിട്ട് ഇത് ഭയങ്കര വേൾഡിൽ സൂപ്പർ ഫേമസ്, ഭയങ്കര ഹിറ്റായിപ്പോയി. അപ്പം ഇത് വിറ്റത്രയും ലോകത്ത് മറ്റുള്ള ഫ്രാഗ്രൻസുകൾ വിറ്റിട്ടുണ്ടോ എന്ന് തന്നെ സംശയം. പിന്നെ ബ്ലൂഡി ഷാനലൊക്കെ തോൽപ്പിച്ചാലേ ഉള്ളൂ ഇതിനെ. അങ്ങനത്തെ ഒരു സാധനം ഇതൊരു ഫ്രാഗ്രൻസുകളുടെ ഒരു ഇൻഡസ്ട്രിയിലൊരു മൈൽ സ്റ്റോൺ ആയിട്ടാണ് ഇത് അറിയപ്പെടുന്നത് കേട്ടോ. ഇത് ഭയങ്കര നല്ലൊരു ഫ്രാഗ്രൻസാണ്. അങ്ങനത്തെ ഒരു സാധനമാണ്. ഇത് നമുക്ക് സ്മെല്ല് ചെയ്ത് നോക്കാം. ഓപ്പണിങ്ങിൽ ഈ വനീലയും ഒരുതരം മിൻറ്റി ആയിട്ടുള്ളൊരു വനീലിക് സ്മെല്ലാണ് ഇങ്ങനെ വരുന്നത്. ഒരുതരം ഫ്രഷ് സ്പൈസി ലെവൻഡറൊക്കെ ഉള്ളൊരു ബേസൊക്കെ ഉള്ളൊരു സ്മെല്ലാണ് വരുന്നത്. നമുക്ക് നോട്ട്സ് നോക്കാം. നോട്ട്സിനകത്ത് ഉള്ളത് ലെവൻഡർ മിൻറ്റുമാണ് മേളിലുള്ളത്. കാടമുണ്ട്, ബെർഗമോട്ടുണ്ട്, പിന്നെ നടുക്ക് സിന്നമണും ഓറഞ്ച് ബ്ലോസമാണുള്ളത്. പിന്നെ വനില ടോങ്കബീൻ ബേസാണ് ഇതിൻ്റെത്. അമ്പറുണ്ട്, സാൻഡൽവുഡും സീഡറും ഒരു വുഡി ടച്ച് കൊടുക്കാനായിട്ടുണ്ട്. അങ്ങനെയാണ് ഇതിൻ്റെ ഒരു ബേസൊക്കെ. നല്ലൊരു ഹൃദ്യമായ ഒരു മണം വരുന്നത്. അത് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. ഒരു മിൻറ്റും വനിലയും ഒരു ടോങ്കബീനും ഒക്കെ കൂടിയിട്ട് നമുക്കിങ്ങനെ ഒരു ബേസ് തന്നെ എങ്ങനെയിരിക്കും, അങ്ങനത്തെ ഒരു മണമാണ് ഇതിനകത്ത് വരുന്നത് കേട്ടോ. ഭയങ്കര സെഡക്റ്റീവ് സ്മെല്ലാണ് ഇത്. 1995 അങ്ങേരുടെ ഏറ്റവും വലിയ വൺ ഓഫ് ദ ഹിറ്റുകളിലൊന്നാണ് ഫ്രാൻസിസ് കുർക്കിഡിജാൻ്റെ ഈ ലമേൽ എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ലോഞ്ചിവിറ്റി പ്രൊജക്ഷനൊക്കെ അത്യാവശ്യം നന്നായിട്ടുണ്ട്. പ്രൊജക്ഷൻ ഒരു 3 അടി വരെയൊക്കെ പോവും. ലോഞ്ചിവിറ്റി ഒരു 4-5 മണിക്കൂർ എങ്ങനെയാണേലും നമ്മുടെ കേരളത്തിലെ കാലാവസ്ഥയിൽ നിന്ന് കിട്ടുന്നുണ്ട്. നമ്മളുടെ നാട്ടിലെങ്ങനെ ആർക്കും ഇത് പരിചയമുള്ള സാധനമൊന്നുമല്ല. വെസ്റ്റേൺ കൺട്രീസിലെ ആൾക്കാർക്ക് ഇത് അടിച്ചു കഴിഞ്ഞാൽ അപ്പോൾ അവർ പറയും അവരുടെ ഗ്രാൻഡ് ഫാദർ ഇത് തന്നെയായിരുന്നു ഉപയോഗിച്ചുകൊണ്ടിരുന്നതെന്ന് പറയും. പക്ഷേ നമ്മുടെ നാട്ടിൽ ഇത് നന്നായിട്ട് ചിലവാകുന്ന സാധനം കേട്ടോ. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നൊരു സ്മെല്ലാണ് ഇത്. നല്ല ഫ്രഷ് സ്മെല്ലാണ് കേട്ടോ. അതാണ് ലമേലിൻ്റെ വിശേഷം. പിന്നെ വിലയെന്ന് പറയുന്ന ഒരു 6000 മുതൽ ഒരു 10000 വരെ രൂപയ്ക്ക് കിട്ടും ഇത് കേട്ടോ. അതാണ് ലമേൽ. അത് കഴിഞ്ഞ് അവർ കുറച്ചും കൂടെയൊക്കെ പരിഷ്കരിച്ച് കഴിഞ്ഞപ്പം ഫ്രാൻസിസ് കുർക്കിഡിജാൻ അടുത്ത സാധനം ഇറക്കി. അതാണ് അൾട്രാമെയിൽ. അൾട്രാമെയിലിനകത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ചേഞ്ചസ് വരുത്തിയത്. ഇത് ഭയങ്കര ഫ്രൂട്ടി ഫ്രാഗ്രൻസാണ്. ഈ ഫ്രൂട്ടിനെസ് അൾട്രാമെയിലിനകത്ത് കൂടുതലാണ്. നമുക്ക് മണത്ത് നോക്കാം നമുക്ക് എന്നൊക്കെ കിട്ടുന്നതാണ്. അത് അൾട്രാമെയിൽ കിട്ടുന്ന സാധനങ്ങൾ ഒരു വനില ഫ്രൂട്ടി സ്വീറ്റ് ഫ്രാഗ്രൻസ് തന്നെയാണിതും. ഇത് ലോഞ്ച് ചെയ്തത് ഏതാണ്ടൊരു 2015 ഈ ഫ്രാഗ്രൻസ് ലോഞ്ച് ചെയ്തത്. ഇത് ഭയങ്കര ഹിറ്റാട്ടോ. ഇത് വൺ ഓഫ് ദ ബെസ്റ്റ് പാർട്ടി പെർഫ്യൂം എന്നറിയപ്പെടുന്നത്. നല്ല സ്വീറ്റ് പെയർ നോട്ടുണ്ട്. പെയർ നമ്മുടെ ഈ സബർ ജെല്ലിയുടെയൊക്കെ വേറൊരു സാധനം ഈ പെയർ കേട്ടോ. സബർ ജെല്ലില്ലേ, സബർ ജെല്ലിൻ്റെ വേറൊരു സാധനം ഈ പെയർ. സബർ ജെല്ലി പെയർ വർഗ്ഗത്തിൽപ്പെട്ട ഒരു സാധനം തന്നെയാണ്. പിന്നെ ലവൻഡറും മിൻറ്റും ലെമണും ഉണ്ട്. ആ ലെമണും പെയറും കൂടെ നമുക്ക് കിട്ടുന്നുണ്ട്, ലെവൻഡറിൻ്റെ മിൻറ്റിൻ്റെയും കൂടെ. പിന്നെ സിന്നമൺ, വാനില, അമ്പറി, സെഡർ, പച്ചൂളി ബേസും. നല്ല ഫ്രൂട്ടിയാണ്, നല്ല ലൗഡാണ്, ഒരുപാട് നന്നായിട്ട് പ്രൊജക്റ്റ് ചെയ്യും.
6-7 മണിക്കൂർ കേരളത്തിൽ ലാസ്റ്റ് ചെയ്യും. നമുക്ക് കുറച്ച് ഇച്ചിരി ഓവർ സ്പ്രേ ചെയ്താലും കുഴപ്പമൊന്നുമില്ല. പാർട്ടി ഫ്രാഗ്രൻസ് ആണ്. നൈറ്റ് ഈവനിങ് ടൈമിലാണ് നല്ലത്, ഡേ ടൈമിൽ അത്ര നല്ലതല്ല കേട്ടോ. ഈ ലമയിലെല്ലാം സാധനങ്ങൾ ഈവനിങ് തണുപ്പുള്ളപ്പം ഈ 2 സമയത്താണ് നല്ലത് കേട്ടോ. ഡേ ടൈമിന് നല്ലതല്ല. അത് വരുന്നുണ്ട്, ഡേ ടൈമിൽ നല്ലൊരു സാധനം വരുന്നുണ്ട്. അപ്പോൾ ഇതാണ് ലമയിലിൻ്റെ ഇത് അൾട്രാമെയിൽ കേട്ടോ. അൾട്രാമെയിൽ നമ്മുടെ ഈ ജെറമി എന്ന് പറഞ്ഞൊരു ഫ്രാഗ്രൻസ് ലവറുണ്ട്. പുള്ളിക്കാരന് ഇതിന് ഭയങ്കര പുഷ് കൊടുത്തിട്ടുണ്ട്. അത് എനിക്ക് ഇഷ്ടം പോലെ കോംപ്ലിമെൻറ്റ് മേടിച്ച് തന്ന ഫ്രാഗ്രൻസ് ആയത് കേട്ടോ. എപ്പോൾ അടിച്ചാലും ആൾക്കാർ ചോദിക്കാറുണ്ട് എന്നെ അടിച്ചിരിക്കുന്നതെന്ന്. സ്ട്രേഞ്ചേഴ്സ് വരെയും ചോദിച്ചിട്ടുണ്ട് നന്നായിട്ട് മണക്കുന്നുണ്ടല്ലോ എന്താ അടിച്ചിരിക്കുന്നതെന്ന് കേട്ടോ. എനിക്ക് ഇഷ്ടം പോലെ കോംപ്ലിമെൻറ്റ്സ് ഇത് വാങ്ങിച്ച് തന്നിട്ടുണ്ട്. മറ്റേ ഒറിജിനൽ ഇവനും ഇഷ്ടം പോലെ കോംപ്ലിമെൻറ്റ്സ് എനിക്ക് വാങ്ങിച്ച് തന്നിട്ടുണ്ട്. പിന്നെ അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കഴിഞ്ഞിട്ട് കുർട്ടിച്ചാനങ്ങ് മാറി. പിന്നെ ഇതിനകത്ത് വന്നത് ക്വിൻറ്റൻ ബിഷ് എന്ന് പറഞ്ഞ ഒരാൾ. ക്വിൻറ്റൻ ബിഷ് ഇപ്പോൾ ഫേമസ് ആണ്, കാരണം ലത്താഫ അങ്ങ് അടിച്ചു മാറ്റി പുതിയ ഫ്രാഗ്രൻസസ് ഒക്കെ ഉണ്ടാക്കാൻ തുടങ്ങി. അപ്പോൾ ലത്താഫയ്ക്കൊക്കെ ഇപ്പം നല്ല പൈസയാണ്. ഇപ്പോൾ വൻ ഡിസൈനർ ഫ്രാഗ്രൻസ് ഒക്കെ ഉണ്ടാക്കുന്ന ക്വിൻറ്റൻ ബിഷൊക്കെയാണ് ലത്താഫയുടെ ഫ്രാഗ്രൻസ് ഉണ്ടാക്കുന്നത്. ഇതുണ്ട്, എനിക്ക് ഇത്ര ഇഷ്ടമായത് കാരണം ഞാനൊരു 200 ml ഇത് മേടിച്ച് വെച്ചേക്കുന്നത്. ഇതുണ്ട്, ഈ ബോട്ടിൽ ഇതിനെ സംബന്ധിച്ച് ചെറുത്. അപ്പം ഇതാണ് ഇതിനകത്തെ ഏറ്റവും നല്ല പെർഫ്യൂം എന്ന് ഞാൻ പറയുള്ളൂ കേട്ടോ. അതിൻ്റെ നോട്ട്സ് വരുന്നത് ഇതും വാം സ്പൈസി വനില ലെവൻഡർ ഫ്രാഗ്രൻസ് ആണ് വരുന്നത്. ഈ നോട്ടിനകത്ത് വ്യത്യാസം വരുന്നത് ഇതിൻ്റെ മേളിലുള്ളത് കാടമമാണ്, ഏലക്ക. ആ ഏലക്കയുടെ ഡിഫറൻസ് ഇതിന് നന്നായിട്ടുണ്ട്. ആ ഏലക്കായും ലവൻഡറും പൊടിക്ക് ഐറിസ് ഉണ്ട് മിഡ് നോട്ടിൽ. ഐറിസ് നിങ്ങൾക്ക് കിട്ടും ലിപ്സ്റ്റിക്കിനകത്തൊക്കെ ചേർക്കുന്ന സാധനം. ആ ഐറിസും വനിലയും വുഡും കൂടെ ചേർന്നിട്ട് ഭയങ്കര ഒരു സെഡക്റ്റീവ് സ്മെല്ലാണ് വരുന്നത് ഇതിനകത്തുനിന്ന് വരുന്നത്. ഇത് നല്ല രീതിയിൽ പ്രൊജക്റ്റ് ചെയ്യും. ഇത് ഞാനെപ്പോഴും പെർഫ്യൂം അടിക്കുന്ന കാരണം എൻ്റെ ഓഫീസിലുള്ള ആളുകൾ പറഞ്ഞിരുന്നത് എപ്പോഴും അവർ കോംപ്ലിമെൻ്റ് ഒക്കെ ചെയ്യാറുണ്ട്. പക്ഷേ എങ്കിൽ ഞാൻ ഇതടിച്ച ദിവസം അവിടെയുള്ളൊരു ലേഡി എന്നോട് പറഞ്ഞു എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, നീ ഇതുവരെ അടിച്ചിട്ടുള്ളത് വെച്ച് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇതാണ് കേട്ടോ. അത്രയും ഭയങ്കര കോംപ്ലിമെൻറ്റ് ബീസ്റ്റ് ഇത് കേരളത്തിൽ 6 മണിക്കൂർ എന്തായാലും ലാസ്റ്റ് ചെയ്യും. നല്ല പ്രൊജക്ഷനാണ്. ഈ പറഞ്ഞ പോലെ നൈറ്റ് ഔട്ടിനാണ് നല്ലത്. ഈ കാടമം ഏലക്ക മേളി ടോപ്പ് നോട്ടായിട്ട് വരുന്ന സാധനങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചോണം. എപ്പോഴും അവന്മാർ ഭയങ്കര കോംപ്ലിമെൻറ്റ് പുള്ളറായിരിക്കും, മാസീവ് കോംപ്ലിമെൻറ്റ് പുള്ളറായിരിക്കും കേട്ടോ. അപ്പോൾ ഈ ഏലക്ക മേളി വരുന്നുണ്ടെങ്കിൽ നിങ്ങളതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. എപ്പോഴും വനില അണ്ടർടോണും ഏലക്കായും വനിലയും കൂടെ എങ്ങനെ സ്മെല്ല് ചെയ്യും അങ്ങനെ ഇരിക്കും ഇത് കേട്ടോ. ഇതൊരു ഭയങ്കര ഡിലീഷ്യസ് ഫ്രാഗ്രൻസാണ് കേട്ടോ. ഗുർമണ്ടല്ല, നല്ല ബൂസാണ് ഇതിനകത്ത്, ഭയങ്കര ബൂസി ടച്ച്. അത് ഓറിയൻ്റൽ നോട്ട്സ് എന്ന് പറഞ്ഞ് ഈ ബേസിൽ കൊടുത്തിട്ടുണ്ട്. എനിക്കറിയത്തില്ല ഇതിനകത്ത് ബൂസി ടച്ചിന് അവർ ആഡ് ചെയ്യുന്നത് എന്താണ്, അവരത് വെളിവിട്ടിട്ടില്ല. ക്ലോൺ ബ്രാൻഡുകളെ പേടിച്ചിട്ടായിരിക്കും. അപ്പോൾ അതങ്ങനെ. ഇനി അതും കഴിഞ്ഞിട്ട് എല്ലാവരും എലിക്സർ ഇറക്കുന്ന കാരണം ലമേൽ സാഗയും ഒരു എലിക്സർ അങ്ങ് ഇറക്കി. ഞാനൊരു ടെസ്റ്റ് സ്ട്രിപ്പ് എടുത്തോട്ടെ. ഇതാണ് എലിക്സറിൻ്റെ ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവൻ ആണ് ഇതിനകത്ത് ഏറ്റവും സ്വീറ്റും ഏറ്റവും ലൗഡുമായിട്ടുള്ളത് എലിക്സറാണ്. എലിക്സർ ഈ പറഞ്ഞ പോലെ തന്നെ ക്വിൻറ്റൻ ബിഷ് തന്നെയാണ് അതിൻ്റെയും പെർഫ്യൂമറായിട്ട് വന്നിരിക്കുന്നത്. ഇത് ലവൻഡർ, മിൻറ്റ്, വനില, ബേസിൽ ഹണിയും ടോങ്കബീനും. ഈ ഹണി ഒക്കെ ഈ ഹണി എന്നവർ പറഞ്ഞിരിക്കുന്നത് നല്ല സ്വീറ്റ്നെസ്സാണ്. പിന്നെ കൂടെ ടൊബാക്കോയും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഹണി ബേസ് നല്ല ഡെവലപ്ഡ് ആയതിൻ്റെ ഹണിയും ടൊബാക്കോയും ടോങ്കബീനും കൂടെ ചേർന്നിട്ടുള്ള ആ ബേസിൻ്റെ മേളിൽ മിൻറ്റും ലവൻഡറും വനിലയും കൂടെ വെച്ച് പുകയ്ക്കുന്നതാണ് ഇതിൻ്റെ ഒരു രീതി. ഇത് ഭയങ്കര അടിപൊളി സാധനമാണ്. ഇതിൻ്റെ ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ദിവസം ഞാൻ ബസ്സിലിരിക്കുമ്പം ഒരു ഞാനിത് അടിച്ചിട്ടിരിക്കുമായിരുന്നു. ആ പുള്ളിക്കാരൻ എന്നോട് ചോദിച്ചു, നല്ല രീതിയിൽ മണം വരുന്നുണ്ടല്ലോ, ഇതെന്തുവാന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറയുന്നതിന് മുമ്പ് തന്നെ പുള്ളി പറഞ്ഞു ഇത് ഭയങ്കര സ്വീറ്റ് ഫ്രാഗ്രൻസ് ആണല്ലോ എന്ന്.
അപ്പം ആൾക്കാർക്ക് ഇതിൻ്റെ ആ സ്വീറ്റ്നെസ് തിരിച്ചറിയാൻ പറ്റും. അത് അത്രയ്ക്ക് സ്വീറ്റാണ് കേട്ടോ. ഏറ്റവും സ്വീറ്റ് ഇതാണ്. ഈ ലൈനിൽ എനിക്ക് രണ്ടാമത് ഇഷ്ടപ്പെട്ട ഇതാണ്. എൻ്റെ ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ ലെമയിൽ ലേ പെർഫ്യൂമാണ്. ഇപ്പോൾ ഈ ഏറ്റവും ലാസ്റ്റ് ഏലക്ക ഉള്ളത്. എൻ്റെ രണ്ടാമത്തെ ഫേവറേറ്റ് ഇതാണ്. ഇനി അടുത്തത് ലെബോ ലൈനി എന്നുള്ളത്. ഇവൻ്റെ പേരാണ് പാരഡൈസ് ഗാർഡൻ. ഈ പാരഡൈസ് ഗാർഡൻ ഒരു പ്രത്യേകതയുണ്ട്. ഇത് ഡേ ടൈമിൽ അടിക്കുന്നതാണ് കേട്ടോ. നല്ല വെയിലുള്ളപ്പോൾ അടിക്കുന്ന. ഇത് സ്മെൽസ് ലൈക്ക് പീനക്കൊലാഡ എന്ന് പറയും. പീനക്കൊലാഡ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പൈനാപ്പിളും തേങ്ങാപ്പാലും കൂടെയൊക്കെ ചേർന്നിട്ടുള്ള ഒരുതരം കോക്ടെയിലോ മോക്ടെയിലോ മറ്റേ ഇവിടെ അടിച്ചതുള്ളൂ, ഇവിടെ കിട്ടി. ഭയങ്കര ഗ്രീനാണ് ഇത്. കേരളത്തിലടിച്ച പൊളിക്കുന്ന സാധനമാണ്. കാരണം നല്ല രീതിയിൽ ഇത് പ്രൊജക്റ്റും ചെയ്യും. അത്യാവശ്യം ലാസ്റ്റിങ് ഒരു 4 മണിക്കൂർ എന്തായാലും കിട്ടും. 4 അല്ലെങ്കിലേ ഉള്ളൂ. നല്ലൊരു പ്രൊജക്റ്റ് ചെയ്യുന്നുണ്ട്. ഇച്ചിരി ഒരുപാട് വെയിലല്ല, കുറച്ചൊരു തണലും കൂടെയൊക്കെ ഉണ്ടെങ്കിൽ പിന്നെയും പ്രൊജക്റ്റ് ചെയ്യും. നല്ല കോക്കനട്ടി പൈനാപ്പിളി വൈബാണ് വരുന്നത്. ഇതിൻ്റെ നോട്ട്സ് നമുക്ക് നോക്കാം. ലെബോ പാരഡൈസ് ഗാർഡൻ, ഈ ക്വിൻ്റൻ ബിഷ് തന്നെയാണ് അതിൻ്റെ പെർഫ്യൂമർ. ഗ്രീൻ നോട്ട്, കോക്കനട്ട്, സ്വീറ്റ്, അക്വാട്ടിക്, വനിലയെ വരുന്നത്. അപ്പോൾ അതിൻ്റെ മേളിൽ ടോപ്പ് നോട്ടിൽ ഗ്രീൻ നോട്ട്, വാട്ടറി നോട്ട്, മിൻറ്റ്, ജിഞ്ചർ എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. മിഡ് നോട്ടിൽ കോക്കനട്ടും അത്തിപ്പഴവുമാണ്. താഴെയാണ് ടോങ്ക ബീനും സാൻഡൽവുഡുമാണ്. അങ്ങനെയാണ് ഇതിൻ്റെ ഒരു മണം. ഇത് നല്ലൊരു രീതിയിൽ ലാസ്റ്റ് ചെയ്യും, നല്ല രീതിയിൽ പ്രൊജക്റ്റ് ചെയ്യും. സെൻട്രയിലുണ്ട്, പോകുന്ന വഴിയെല്ലാം നിന്ന് മണക്കും. അങ്ങനത്തെ ഒരു സാധനമാണ് കിട്ടാവുന്ന. ഇതിൻ്റെ എല്ലാം വില 6000 മുതൽ 10000 രൂപ വരെ വരും. അപ്പം താല്പര്യമുള്ളവരൊക്കെ ടെസ്റ്റ് ചെയ്ത് നോക്കിയ ശേഷം വാങ്ങിച്ചടിക്കുക കേട്ടോ. അപ്പം ഇത്രയൊക്കെയാണ് ലമയിലിൻ്റെ എൻ്റെ കയ്യിലുള്ള സാധനങ്ങളുടെയൊക്കെ വിശേഷങ്ങൾ. അപ്പം എല്ലാവർക്കും നന്ദി. നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം കേട്ടോ. എല്ലാം ഭയങ്കര കോംപ്ലിമെൻ്ററി പിള്ളേഴ്സാണ് ഈ ലമയിൽ ലൈനിൽ കേട്ടോ. അപ്പോൾ ശരി, താങ്ക്സ്. പിന്നെ കമൻ്റ് എല്ലാം എല്ലാവരും താഴെ ഇട്ടേക്കണം, ഞാൻ വന്നിട്ട് റിപ്ലൈ ചെയ്തോളാം കേട്ടോ. താങ്ക് യു.